തദ്ദേശ തിരഞ്ഞെടുപ്പിലെല്ലാം വളരെ വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ആശയം വന്നപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന വിജിൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ നമ്മളെ കുട്ടികളെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമാക്കുമ്പോൾ ഭാവിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവേണ്ടവരാണ് നമ്മുടെ കുട്ടികളൊക്കെ. അപ്പോൾ അവരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവരെ കൂടെ എല്ലാവരെയും ആകർഷകമാക്കാൻ കുട്ടികളൊക്കെ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് കുട്ടികൾക്ക് കൂടെ മനസ്സിലാവാനാണ് ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തുന്നത്. കുട്ടികളെ നമ്മൾ വോട്ട് ചോദിക്കാനോ മറ്റൊന്നിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല, ഇവരെ ഒരു പ്രചരണത്തിന് മാത്രം വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചപ്പോൾ 2020 മത്സരിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായി ഒരു ആനയുടെ പുറത്ത് കയറി നിന്നുള്ള ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു നടത്തുന്നത്. ഈ വർഷം അതെങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നമ്മളെ അങ്ങാടിക്കൊക്കെ അകത്ത് ഇത് വരുന്ന സമയത്ത്, ഇപ്പോൾ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ ഇതിനോട് അടുത്ത് വന്ന് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് തിരഞ്ഞെടുപ്പാണ്, ഭാവിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു നല്ല സന്ദേശം തന്നെയാണ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നത് എന്നുകൂടെ ഞാൻ മനസ്സിലാക്കുക. ഇവരൊക്കെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഹീറോകളാണ്, നമ്മുടെ സ്പൈഡർമാനും സൂപ്പർമാൻ അയൺമാനും ഒക്കെ. അപ്പോൾ അവരെയൊക്കെ വെച്ച് നമ്മളൊരു പ്രചരണം നടത്തുമ്പോൾ, ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തുമ്പോൾ കുറച്ചുകൂടെ ആകർഷകമാവും എന്ന് തോന്നിയത് കൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുക്കുന്ന വിജിൻ കൂടെ അതിൻ്റെ ഒരു ആശയം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കടന്നത്. കഴിഞ്ഞ തവണ ആനയുമായി ബന്ധപ്പെട്ട് ആനയുടെ പുറത്ത് കയറിയായിരുന്നു ഞാൻ പ്രചരണം നടത്തിയത്. ഈ തവണ അതൊരു വ്യത്യസ്തമായി കുട്ടികളിലേക്ക് ആകർഷകത വരുത്താൻ, നമ്മൾ കുറച്ചുകൂടെ ആളുകൾ ശ്രദ്ധിക്കാൻ, എല്ലാവരും ഇത് തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്.